വാ. എടി നമ്മളിപ്പോ നേരെ ബീച്ചിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. ഓക്കെ? ഡ്രസ് മാറ്റണ്ട, ഈ ഡ്രസ് മതി. എന്താ കുഴപ്പം? പോണേ ഇത് മതിയല്ലോ. ആരെങ്കിലും ബീച്ചിൽ പോവോ? ഈ മുല്ലപ്പൂവും ഈ നീല മാക്സി ഒക്കെ നല്ലതാ നിനക്ക്. എന്നാലും നൈറ്റ് ഇട്ട് പോവാൻ എനിക്ക് കാണാം. വേണ്ട 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 വേണ്ട, നമുക്ക് ഇപ്പഴേ അങ്ങ് പോവാം. പിന്നെ 5 മണി വരെ ഡോക്ടർ കാണുള്ളൂ. ഏത് ഡോക്ടറിനാ? നമ്മുടെ തോമസ് മാമൻ. എന്താ ഡോക്ടറെ കാണാനേ? ആർക്ക്? ഒന്നുമില്ല ജമന്തി, ഒന്നുമില്ല. ഡോക്ടറെ പോയി ഒന്ന് വെറുതെ കാണുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങള് ബീച്ചിൽ പോവാ. ബീച്ചിൽ പോയിട്ടാണല്ലോ ഡോക്ടറെ കാണാൻ പോകുന്നത്. ബീച്ചിലേക്കാണ് നമ്മൾ ആദ്യം പോണത്. അല്ല 5 മണി വരെ ഉള്ളൂ. ഡോക്ടറെ കാണാൻ പോണേ? അല്ല 5 മണി കഴിഞ്ഞാലേ ബീച്ച് അടയ്ക്കുവേ. അപ്പൊ അതിന് മുന്നേ പോയില്ലെങ്കിലേ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്നുമില്ല, ഇതിപ്പോ ഒന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. ഇതിലെന്താ കള്ളത്തരണ്ട? എന്താ കാര്യം? എന്ത് ഒരു കള്ളത്തരമില്ല. ഒന്നുമില്ല മോളിഞ്ഞ് വന്നേ. ഒരു കാര്യം പറയാം. നമ്മൾ നേരെ ഇപ്പൊ പോയിട്ട് ഒരു ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ട് തിരിച്ചിങ്ങ് വരും. ഒന്നിനും അല്ല, വെറുതെ. നിനക്ക് ജലദോഷം ഒക്കെ ഉണ്ടോന്നൊരു സംശയം അളിയന്. മാത്രമല്ല അളിയനൊരു ശ്വാസം മുട്ടുകൊണ്ടേ. അപ്പൊ ഇതെല്ലാം എങ്ങനെ പറയരുത്, വാശി പിടിക്കല്ലേ മോളെ. വാശി പിടിക്കാൻ നിൽക്കല്ലേ, നീ വാ അങ്ങോട്ട്. ഒന്നുമില്ല, നീ ഇനി വന്നേ. എനിക്ക് ഒരു അസുഖവും ഇല്ല. ഐസ്ക്രീം വാങ്ങിച്ചു തരും, മുല്ലപ്പൂ വാങ്ങിച്ചു തരും, പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ചു തരും. ഒരുമാതിരി മനുഷ്യനെ കളയാക്കണ വർത്താനം പറയല്ലേ നിങ്ങളെ? ദേഷ്യം പിടിക്കരുത്. ദേഷ്യപ്പെടല്ലേ മോളെ, വാ. എനിക്ക് ഒരു കുഴപ്പമില്ല ഏട്ടാ, എന്നെ കൊണ്ടോണ എന്തിനാ? എന്നെ കടിച്ചു ഇതറിയാ. അയ്യോ ഇനിയിപ്പോ ചീറ്റി എടുക്കേണ്ടി വരുമെന്തോ. ഞാൻ വിടില്ല. എന്തായാലും ഡോക്ടറെ കണ്ടിട്ടേ നമ്മൾ തിരിച്ചു. അയ്യോ പറഞ്ഞ കേൾക്കാത്ത എനിക്കറിയില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന സമയത്ത് പൂവൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അവള് എന്നോട് പ്രേമാണെന്നോ എന്തൊക്കെയോ പറഞ്ഞു കാണിക്കുന്നു. എന്നെ കണ്ണു മുഖം കാണിട്ടാണ് വശീകരിക്കാനൊക്കെ നോക്കുന്നു ഇവളിപ്പോ. എനിക്ക് എന്തോ ഒന്നും മനസ്സിലാവണില്ല. അയ്യോ കടിക്കുന്നു. ഇത് കുഴപ്പമാണിത്. നിങ്ങൾക്ക് അവക്കൊരു കുഴപ്പമില്ല. അവൾക്ക് കുഴപ്പമുണ്ടെന്ന്. കുഴപ്പമില്ല നീ പറയുന്ന ബട്ടിന്റെ ഡോക്ടറാണോ നീ? അല്ലല്ലോ, അവള് കാണിച്ചു കൂട്ടിയ അങ്ങനെയാ. നിനക്ക് എന്തറിയാന്നാ ഈ പറയണ? അവളെ നിപ്പ് നോക്ക. നീ കണ്ണു നോക്കളിയോ? നാഗവല്ലിയുടെ കണ്ണു പോലെ. ഞാൻ പറഞ്ഞിട്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തേ. നീ പറഞ്ഞിട്ടാ? എന്തിനടി? എന്തിനാന്ന് സ്വയം ചോദിച്ചു നോക്ക്. നീയൊക്കെ ഈ വീട്ടിൽ കിടന്ന് എന്ത് കോളേജ് കാണിക്കണേ? ഒരു ചെറിയ സാധനം കാണാതെ അവളെ എന്തിനാ ഇങ്ങനെ ചന്ദ്രഹാസം നടക്കണത്? അപ്പൊ ഞാൻ അവളോട് പറഞ്ഞത് നീ ഇച്ചിരി സ്നേഹമായിട്ടൊക്കെ നിക്കാൻ പറഞ്ഞു. ഞാൻ അവളോട് സ്നേഹം കാണിക്കുന്നില്ല എന്ന് അവളോട് പറഞ്ഞ? സ്നേഹം കാണിക്കുന്നില്ല. നീ തൊട്ടതിനെ പിടിച്ചതിനൊക്കെ അവളോട് നീ ചൂടാവണേ? അതിന് സ്നേഹം കാണിക്കാൻ പറഞ്ഞ അവള് വട്ടല്ലേ ഇവിടെ കാണിച്ചത്. ഒന്നാമത്തെ നീ എന്തും കാണിച്ച് നിക്കണം, ഇങ്ങനെ നിൽക്കാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങോട്ട് അത് ഓവറാക്കിക്കോളണം കേട്ടോ. നിന്നെ പറഞ്ഞാൽ മതി, ആവശ്യമില്ലാതെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവള് എന്താ ആവശ്യമില്ലാത്തത്? ഞാൻ മര്യാദക്കുള്ള കാര്യം അവൾക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. എന്തെന്നോടി കാണിച്ചു നിക്കണം നീ? നീ എന്താ പോത്താടി? ഇപ്പൊ എങ്ങാനും ആശുപത്രി കൊണ്ടുപോയി ഷോക്ക് കൊടുത്തിരുന്നെങ്കിലോ? എന്തിനാ ഷോക്ക് കൊടുക്കണത്? ഷോക്ക് കൊടുക്കണം അങ്ങനെയല്ല അവൾ ഇവിടെ കാണിച്ചേ. എങ്ങനെ കാണിച്ചെന്ന്? തങ്കം വട്ട് കാണിച്ചവൻ എന്ത് ചെയ്യും? എന്താ സ്നേഹമായിട്ട് പെരുമാറുന്ന വട്ട? എങ്ങനെയാണോ സ്നേഹം കാണിക്കുക? നിനക്കൊന്ന് സ്നേഹം എന്താന്ന് അറിയാൻ പാടില്ലെങ്കില് പല്ല് കണ്ട അവളെ 32 പല്ല് ഇതേപോലെയല്ല, നിങ്ങളെ മൊത്തത്തിൽ കടിക്കാൻ വേണ്ടത്. നല്ല കൈ ചൂണ്ടി വർത്താനം പറയല്ലേ? പിന്നെ എന്ത് കളിക്കുന്നവള് നിങ്ങളിപ്പോ നന്മ കരുതിയിട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ മണ്ണെണ്ണ കോരി ഒഴിക്കാൻ വേണ്ടി വന്നതല്ലേ? അത് കഴിഞ്ഞോ ചൊറിയുടെ വർത്താനം പറയാ തങ്കം. കേട്ടാ ഇവിടെ കിടന്ന് അവ ഇത്ര നേരം അനുഭവിച്ച എനിക്ക് അറിയാവൂ. ഒന്നുമില്ലാത്തൊരു സമയത്ത് അളിയനോട് ഭയങ്കര അങ്ങോട്ട് സ്നേഹം പൊട്ടി പുറപ്പെട്ടു. നീ വരുത്തിയാണ് ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ. അയ്യോ എന്തൊരു പഞ്ചാര കട്ടിയാന്ന് പറഞ്ഞില്ല. വല്ല പണിക്കും പോകാൻ നോക്ക് ഇവിടെ. പിന്നെ നീ നിന്റെ കുടുംബങ്ങളൊക്കെ അവിടെ വന്നേ. പിന്നെ എന്റെ കൂടെ പുറത്താ എങ്ങനെയാടി നന്നാവണേ? നിങ്ങളിങ്ങോട്ട് നിങ്ങൾക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. മൂക്കി കെട്ടി കളയാവള്. നിങ്ങളിങ്ങോട്ട് വരെ ഓരോ പ്രാന്ത് ഓരോ പിള്ളേരുടെ ആവശ്യമില്ലാതെ പറഞ്ഞു കൊടുത്തിട്ട് അവള് ആളാവുന്നു. നീ ആരടി ഇവിടെ
അറിയണം. ഓ അപ്പൊ അത് ശരി. അപ്പൊ അവൾ അഭിനയിക്കാൻ പറഞ്ഞിട്ട് അഭിനയിച്ചതാണ് നീ. എടി, പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചാലും പ്രണയിക്കാതെ കല്യാണം കഴിച്ചാലും ഒരു വീടാവുമ്പോ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്നേഹമുള്ളിടത്തിലാണ് പരിഭവം ഉണ്ടാവുള്ളൂ. അവര് പ്രണയിച്ചോണ്ടിരിക്കല്ലേ, നിന്നെ അങ്ങോട്ട്